Dear children, all are welcome back to our accountancy class. Today we will study about some journal entries relating to issue of shares. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ജേണൽ എൻട്രീസ് ആണ് പഠിക്കുന്നത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് അല്ലേ പഠിച്ചത്. എന്തായിരുന്നു കോൾസ് ഇൻ അരിയേഴ്സ്? കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുമ്പോൾ നോൺ പേയ്മെൻറ്റ് ഓഫ് കോൾസ് ആണ് അല്ലേ, അല്ലെങ്കിൽ ഫെയിൽ ആവുകയാണ് പേയ്മെൻറ്റിൽ, കോൾ മണി പേ ചെയ്യാൻ ഫെയിൽ ആവുകയാണ് കസ്റ്റമർ, അതായത് ഷെയർ ഹോൾഡേഴ്സ് ശരിയായ സമയത്ത് പേയ്മെൻറ്റ് നടത്താതെ വരുമ്പോഴായിരുന്നു എന്ത് വരുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നത്. ഇവിടെ നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ടൈം ആവുന്നതിൻ്റെ മുന്നേ എന്ത് കിട്ടുകയാണ്, എമൗണ്ട് കിട്ടുകയാണ്. The amount received by the company in excess of what has been called up is known as calls in advance. അതായത് കമ്പനി കോൾ ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നതിനാണ് എന്ത് പറയണത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് പറയണത്. ഇപ്പോൾ ചില സമയത്ത് കോൾ മണി പേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റെസ്റ്റായിട്ട് വരുന്ന ബാക്കിയുള്ള കോളുകളുടെ എമൗണ്ടൊക്കെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പേ ചെയ്യുക ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ വരുമ്പോഴാണ് എന്ത് വരുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിസ് എമൗണ്ട് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ബൈ പാസിങ് എൻ എൻട്രി ആസ് ഫോളോസ്. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് റിസീവ് ചെയ്യണ സമയത്താണ് നമ്മൾ എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ബീയിങ് ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. എത്ര എമൗണ്ട് ആണോ കോൾസ് ഇൻ അഡ്വാൻസ് ആയി കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ എന്തായിട്ടാണ് എഴുതുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ദെൻ നമ്മൾ ഈ എമൗണ്ട്, അതായത് ആ കോളുകൾ ഡ്യൂ ആവുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ കോൾസ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പെർട്ടിക്കുലർ കോൾ അക്കൗണ്ട് ബീയിങ് കോൾസ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റഡ് വിത്ത് ദി കോൾ എമൗണ്ട് ഡ്യൂ. കോൾ എമൗണ്ട് ഡ്യൂ ആവുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണ് ഏതാണ്, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു പെർട്ടിക്കുലർ കോൾ അക്കൗണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് പറയുന്നത്. ദ ബാലൻസ് ഇൻ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഈസ് ഷോൺ എസ് സെപ്പറേറ്റ് ഐറ്റം ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ടൈറ്റിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അണ്ടർ ദ ഹെഡ് കറൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് സബ് ഹെഡ് അതർ കറൻറ്റ് ലയബിലിറ്റീസ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആഡഡ് ടു ദി എമൗണ്ട് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കൂടെ അതൊരിക്കലും ആഡ് ചെയ്യില്ല. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്നുള്ള ഹെഡിൽ അതിൻ്റെ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിൽ അതർ കറൻറ്റ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡിലാണിത് കാണിക്കേണ്ടത്. ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സാണ് ഇതിന് വരിക, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതായിരുന്നു അല്ലേ, ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അരിയർ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആയിരുന്നു കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്. ഇത് കോൾസ് ഇൻ അഡ്വാൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ എൻട്രി നോക്കാം നമുക്ക്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസിന് ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇഫ് ദ കമ്പനി has adopted table A, then it is required to pay interest not exceeding 6%
on such calls in advance from the date of receipt of such money up to the date when the appropriate calls is due for payment. അതായത് നമ്മൾ എന്ത് കൊടുക്കണം? കോൾസ് ഇൻ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ 6% കൂടാത്തൊരു എമൗണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് നൽകണം. അത് എന്ന് മുതൽ നമുക്ക് എന്നാണോ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കിട്ടിയിട്ടുള്ളത് അന്ന് മുതൽ up to the date when the appropriate calls is due for payment. ശരിക്കും ആ കോൾ ഡ്യൂ ആവുന്നത് എന്നാണോ അതുവരെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം 6% ആണ് കൊടുക്കേണ്ടത്. 6% കൂടാത്തൊരു എമൗണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് നൽകേണ്ടത്. ജേണൽ എൻട്രി ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഓർ സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അറ്റർ ടു സൺട്രി മെമ്പേഴ്സ് അക്കൗണ്ട്. ദെൻ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നമുക്ക് റിസീവ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ. ഇനി ഇല്ലിസ്ട്രേഷൻ 8 ഈ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ഇൻട്രസ്റ്റ് വരുന്നൊരു പ്രോബ്ലമാണ്. അതും കൂടി നമുക്ക് നോക്കി വെക്കാം. നെക്സ്റ്റ് വരുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. Shares are said to be oversubscribed when the number of shares applied for is more than the number of shares offered for issue. അതായത് നമ്മൾ പബ്ലിക്കിന് ഓഫർ ചെയ്തിട്ടുള്ള ഷെയർസിനേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് ഷെയർസിന് നമുക്ക് അപ്ലിക്കേഷൻ കിട്ടുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയണത്? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2-3 മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ. പക്ഷേ നമ്മളോടിപ്പോൾ ഫസ്റ്റ് മെത്തേഡ് മാത്രമാണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആക്സെപ്റ്റ് സം അപ്ലിക്കേഷൻ ഇൻ ഫുൾ ആൻഡ് ടോട്ടലി റിജക്റ്റ് അതേഴ്സ്. അതായത് ഈ സമയത്ത് എന്താണ് പറയണത്? ചില അപ്ലിക്കേഷൻസ് ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാണ്? ആക്സെപ്റ്റ് ചെയ്യാണ്. മറ്റുള്ളത് നമ്മൾ റിജക്റ്റ് ചെയ്യണൊരു മെത്തേഡാണ് ഇവിടെ പറയണത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പേജ് നമ്പർ 26 ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ? The directors may decide to accept some application in full and totally reject others. For example, if a company invites application for 15,000 shares and receive application for 18,000 shares. അതാണ് ഇവിടെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ കേട്ടോ. നോക്കി നോക്കൂ, 15,000 ഷെയറാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ ഇൻവൈറ്റ് ചെയ്ത് 15,000 അപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ എത്രയാണ് റിസീവ് ചെയ്തത്? 18,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തു. ദ ഡയറക്ടേഴ്സ് മേ ടോട്ടലി റിജക്ട് അപ്ലിക്കേഷൻസ് ഫോർ 3,000 ഷെയർസ്. അതായത് എക്സസ് ആയി റിസീവ് ചെയ്തിട്ടുള്ള 3,000 ഷെയർ ഡയറക്ടേഴ്സ് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. വിച്ച് ആർ ഇൻ എക്സസ് ഓഫ് ദി റിക്വയർഡ് നമ്പർ അല്ലേ? അതായത് 3,000 ഷെയർ എന്താണ് അവർ ആവശ്യപ്പെട്ടതിലേക്കും കൂടുതലായിട്ടുള്ള നമ്പറായിരുന്നു. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചേക്കുകയാണ്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് എൻട്രി എഴുതുക എന്നുള്ളത് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 9 നമ്മൾ ചെയ്യാം. Kamal and Company Limited issued for public subscription 40,000 equity shares of ₹10 each payable ₹2 on application, 4 on allotment and the balance on first and final call. Application for 50,000 shares were received. Application money received on excess application was returned. The call was made and the amounts due was received in full. Pass the necessary ജേണൽ എൻട്രീസ്. അതായത് ഇവിടെ പറയുന്നത് 40,000 ഇക്വിറ്റി ഷെയർ 10 രൂപ വെച്ചിട്ടാണ് ഇവർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചുള്ളത്. അതിൽ 2 രൂപ ഓൺ അപ്ലിക്കേഷനാണ്, 4 രൂപ ഓൺ അലോട്ട്മെൻ്റ് ആണ് ആൻഡ് ദ ബാലൻസ് ഓൺ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളാണ്. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 10 രൂപ ആകുമ്പോൾ 2ഉം 4ഉം 6 പോയി ബാക്കി 4 രൂപ കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി 4 രൂപയാണ് വരുന്നത്. ദെൻ അപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് എത്രയാണ്? 50,000 ഷെയറാണ് അപ്ലിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എക്സസ് വന്ന അപ്ലിക്കേഷൻ മണി എന്താ ചെയ്ത്? റീഫണ്ട് ചെയ്തു അല്ലേ? റിട്ടേൺഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ്. എന്താണ് എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ ബീങ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 50,000 ഷെയർസ്, അതായത് പെർ 2 അല്ലേ, ഓരോ ഷെയറും 2 രൂപ വെച്ചിട്ട് 50,000 ഷെയറിനാണ് റിസീവ് ചെയ്തത്. എമൗണ്ട് 1 lakh. 50,000 ഷെയറിന് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തില്ലേ? ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ വരിക? ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര മാറ്റാൻ പാടുള്ളൂ? ഓൺലി 40,000 ഷെയർസിൻ്റെ എമൗണ്ട് മാത്രം അല്ലേ. അപ്പോൾ 40,000 ഇൻറ്റു 2 ആണ് നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് നമ്മൾ റീഫണ്ട് ചെയ്യണം. അതിൻ്റെ എൻട്രി എന്താ വരിക? ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ബീങ് ആപ്ലിക്കേഷൻ മണി റീഫണ്ടഡ് ഓർ റിജക്റ്റഡ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ദെൻ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ട് എത്ര? 4 ഓൺ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് ചെയ്യേണ്ടത്? 40,000 ഷെയർസിന് ഇൻറ്റു 4 1,60,000 ബീയിങ് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഓൺ 40,000 ഷെയർസ് അറ്റ് ₹4 per share. ദെൻ റിസീവ് ചെയ്യുമ്പോൾ ഈ എമൗണ്ട് തന്നെ റിസീവ് ചെയ്യാം കേട്ടോ. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 1,60,000 ബീയിങ് അലോട്ട്മെൻറ്റ് മണി റിസീവ്ഡ് ഓൺ 40,000 ഷെയർസ് അറ്റ് ₹4 per share. ദെൻ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആണത്. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1,60,000 തന്നെയാണ്. ഈ എൻട്രി ഒക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ. പിന്നെ കോൾ ഡ്യൂ ആണതും റിസീവ് ചെയ്യുമ്പോൾ ഇനി എങ്ങനെ വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 1,60,000 ബീങ് ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് ഓൺ 40,000 ഷെയർസ് അറ്റ് ₹4 per share 1,60,000. ഇത് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അറിയിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫസ്റ്റിലൊക്കെ നമ്മൾ എഴുതിയ എൻട്രീസ് തന്നെയാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓക്കെ.